അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീൻ എന്ന പാഠമാണ്. തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം. ഫിഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ അത്തിപ്പഴം എന്ന് പറയും. ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ ഉപ്പമാർ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന അത്തിപ്പഴം. ഈ തീൻ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധ കൊടുത്ത രൂപങ്ങളും ത എന്നതിൻ്റെ നീട്ടുന്ന രൂപങ്ങളും ഒറ്റക്കുള്ള രൂപങ്ങളും. അത് തന്നെ ശ്രദ്ധ കൊടുത്തിട്ടും ശ്രദ്ധ കൊടുക്കാതെയുമുള്ള നീട്ടുന്നതും ഒറ്റക്കുമുള്ള രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം, ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. തീൻ, റത്തബ, ബിത്തു, റത്തിബ്, ത ത, തു തു, തി തി, തത ഥ, തിതി ഥി, തുതു തു. എൻ്റെ കൂടെ നിങ്ങൾ വായിക്കുക. തീൻ തീൻ തീൻ, റത്തബ 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 റത്തബ, ബിത്തു 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 ബിത്തു, റത്തിബ് 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 റത്തിബ്, ത ത, തു തു, തി തി, ത ത, തു തു, തി തി, ത ത, തു തു, തി തി, തത ഥ, തത ഥ, തത ഥ, തി തി ഥി, തി തി ഥി, തി തി ഥി, തു തു ഥു, തു തു ഥു. ഇത്രയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ചുവന്ന കളറിൽ കൊടുത്ത തി, ത തു തി, ത തു തി, ത ഥി തു. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുത്ത ത ഥ, തു ലൊമ്മ കൊടുത്തു, ശ്രദ്ധ കൊടുത്തു, ശ്രദ്ധ കൊടുത്തു, ലൊമ്മ കൊടുത്തു, ശ്രദ്ധ കൊടുത്തു, ഫതഹ കൊടുത്തു, ത ശ്രദ്ധ കൊടുത്തു, ലൊമ്മ കൊടുത്തു, തു ശ്രദ്ധ കൊടുത്തു, ഗസ്ര കൊടുത്തു, തി. അവ ശ്രദ്ധ കൊടുത്ത നീട്ടുന്നതും നീട്ടാതെയുമായ രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിലൂടെ ത തു തി നീട്ടാതെയും ത തു തി നീട്ടിയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെൻവീനാത്തുകൾ കൊടുത്ത രൂപങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. താബൂത്ത് പാഠത്തിലൂടെ താ തു തി എന്നും തമ്പ്ര പാഠത്തിലൂടെ ത തു തി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ പാഠഭാഗങ്ങൾ പഠിക്കുക. അപ്പോൾ തായുടെ 3 പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്. താ എന്ന അക്ഷരത്തിൻ്റെ 3 പാഠങ്ങൾ, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ തെദിരീബാത്താണ്, വർക്കാണ്. ശ്രദ്ധിക്കുക. നുറക്കിബു കലിമ, വ്യത്യസ്തങ്ങളായ കളറുകളിൽ, റോസ്, പച്ച, നീല, കാപ്പി ഒക്കെ കളറുകളിൽ വൃത്തങ്ങൾ വരച്ചു. ആ വൃത്തത്തിനുള്ളിൽ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുണ്ട്, അല്ലേ? ഈ അക്ഷരങ്ങളൊന്ന് നമുക്ക് വായിക്കാം. ബ ത ത ബു അ ബ ബി തു തുൻ ഭുൻ. ഇവകളൊക്കെ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി ഇവിടങ്ങളിൽ എഴുതുക എന്നതാണ് ഈ വർക്ക്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൂട്ടി അങ്ങോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില വാക്കുകളായി മാറും. ഒന്ന് ബത്ത, ഇവിടെ ഉണ്ട് ഉദാഹരണത്തിന്. ഇതുപോലെ ഇതിൽ നിന്ന് ഓരോ അക്ഷരവും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. ഉസ്താദ് ഉണ്ടാക്കിയ രൂപം ഇവിടെ കാണിക്കുന്നു. അതുപോലെ നിങ്ങളും പുസ്തകത്തിൽ നോക്കി എഴുതണം, ഉണ്ടാക്കണം. ഉസ്താദ് ഉണ്ടാക്കിയത് നോക്കൂ.
എങ്ങനെ? താബൂത്തുൻ അബി ബാബുൻ. എങ്ങനെ ഉണ്ടാക്കിയത്? താബൂത്തുൻ താബൂത്തുൻ. അയ്വ. ഇനി അബി ഉണ്ടാക്കിയത് എങ്ങനെ? അ ബി അബി. ഇവിടെ ബാബുൻ ബാബുൻ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇനി നോക്കൂ, നുഫർരിഖു വേർപിരിച്ച് നമുക്ക് എഴുതാം. അതൂബു എന്ന് ചേർത്തി എഴുതിയത് ഇവിടെ പിരിച്ചെഴുതിയൊരു ഉദാഹരണം കാണുന്നു. കണ്ടോ? അതൂബു എന്നത് ആ വേറെ, തൂ വേറെ, ലൊമ്മ എന്നിട്ടാനുള്ള ബാബ് വേറെ, ബാ വേറെ. ഈ തബ്ബത്ത് എന്നത് ഇതുപോലെ നിങ്ങൾ എഴുതണം. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എഴുതാന്നല്ല, ഈ തബ്ബത്ത് എന്നതിനെ വേറെ വേറെയാക്കി എഴുതണം. തബ്ബത്ത് തബ്ബത്ത്. ഇങ്ങനെ ത വേറെ, ഭ വേറെ, ത് വേറെ എഴുതണം. അതുപോലെ തുബുത്തു എന്നതും വെവ്വേറെയാക്കി എഴുതണം. തുബുത്തു. കണ്ടോ? തു ബ് തു. സോറി, ഇവിടെ നുറക്കിബു ഇവിടെ വേർപിരിച്ചെഴുതിയതിന് ചേർത്തി എഴുതാനാണ്. ഇവിടെ തുബുത്തു എന്ന് തു ബ് തു വെവ്വേറെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ചേർത്തി പുറത്ത് എഴുതണം. എന്ന് പറഞ്ഞാൽ ഇത് ചേർത്തി എഴുതണം. ഇവിടെ ഇത് ഉദാഹരണം കാണിച്ചു, ഇതുപോലെ ഇവിടെ എഴുതണം. എന്ന് പറഞ്ഞാൽ ബ എന്നതിന് അലിഫിന് ബ എന്നതിൻ്റെ ഫത്തഹക്ക നീട്ടാൻ കൊടുത്ത അലിഫിനെ ബായിലേക്ക് ചേർത്തി, തു എന്നതിൻ്റെ ലൊമ്മ നീട്ടാൻ കൊടുത്ത വാവിനെ ഇങ്ങോട്ട് ചേർത്തി, ഇങ്ങനെ ഇത് ചേർത്തി ഇവിടെ എഴുതണം. നോക്കാം എങ്ങനെ എഴുതേണ്ടതെന്ന്. കണ്ടോ ഉസ്താദ് സ്ക്രീനിൽ കാണിച്ചത്? നുഫർരിഖു എന്നതിൽ ഉസ്താദ് ഇവിടെ അതൂബു എന്നത് മോഡൽ എഴുതി കാണിച്ചു അല്ലേ? പിരിച്ച് എഴുതി, ചേർത്തി എഴുതിയതിന് പിരിച്ചെഴുതി. ഇവിടെ തബ്ബത്ത് എന്നത് ഉസ്താദ് എഴുതി കാണിച്ചത് കണ്ടോ? ഇതുപോലെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അല്ല, ടെക്സ്റ്റ് പുസ്തകത്തിൽ എഴുതണം. ത വേറെ, ഭ വേറെ, ത് വേറെ. തബ്ബത്ത് തബ്ബത്ത് തബ്ബത്ത്. ഉണ്ടോ? തബ്ബത്ത്. ഇവിടെ തുബുത്തു എന്നതിനെ ഇവിടെ ചേർത്തി എഴുതി. ഇതുപോലെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് എഴുതാൻ തന്നത് ബാ തു എന്നതാണ്. ഇതവിടെ ഉസ്താദ് എഴുതിയത് കണ്ടോ? ബാ തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാൻ്റെ അവസാനം കട്ടായി അതിലേക്ക് ഈ അലിഫ് ചേർന്ന് വന്നു. ബ. തു എന്നതിന് അവസാനം കട്ടായി അതിലേക്ക് വാവ് ചേർന്ന് വന്നു. തു. ഇവിടെ അലിഫും കൊടുത്തു. ഇങ്ങനെയാണ് ബാ തു എന്ന് ചേർത്തി എഴുതുക. ഇനി നക്തശുഫ് താഉൽ മുഷദ്ദദ മിനൽ ഖുർആൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചേർത്തി എഴുതാനുള്ളത് പിരിച്ചെഴുതാനുള്ള രൂപങ്ങളാണ്. കഴിഞ്ഞ പാഠത്തിലും നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഈ പാഠത്തിലും ആവർത്തിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കുക. എവിടെ കണ്ടാലും നമുക്ക് പരീക്ഷയ്ക്കും ഇതുപോലെ വരും ചോദ്യങ്ങൾ. പിരിച്ചെഴുതാനും ചേർത്തി എഴുതാനും നല്ല മാർക്ക്, ഏകദേശം 5-10 മാർക്ക് അതിന് തന്നെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു മാർക്ക് നമുക്കതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പം ആ വിഷയം എല്ലാവരും പഠിക്കണം. നക്തശുഫ് താഉൽ മുഷദ്ദദ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഷദ്ദുള്ള താകളെ കണ്ടെത്തുക. വത്തീനി വസ്സൈത്തൂൻ അൽ ഫത്താഹുൽ അലീം. ഇവിടെ ശ്രദ്ധയുള്ള ത കണ്ടോ? വത്തി. ഇവിടെ തി. ഇവിടെ താ അൽ ഫത്താഹു എന്നതിൽ താ, ഇതും ശ്രദ്ധയുള്ളതാണ്. ഇത് രണ്ടിനും ചതുരമോ വരയോ വരക്കുക. നഖറഉ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. തഅ്തി തൂബു തഅ്തി തൂബു. ഇത് വായിക്കലോടൊപ്പം ഇതിൻ്റെ എഴുത്തുരൂപങ്ങളും മനസ്സിലാക്കണം. ഈ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചേർത്തി എഴുതേണ്ടത് പിരിച്ചെഴുതേണ്ടത് അതിൻ്റെ രൂപങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. എഴുതിയ രീതിയും മനസ്സിലാക്കണം. ഇതിനാണ് നമ്മൾ തുടക്കത്തിൽ വരുന്നത്, അവസാനം വരുന്നത്, നടുവിൽ വരുന്നതുമായ അക്ഷരങ്ങളുടെ എഴുത്തുരൂപങ്ങൾ ബോർഡിലും സ്ക്രീനിലൊക്കെ കാണിച്ചത്. ബ തുടക്കത്തിൽ, നടുവിൽ അവസാനം, ത തുടക്കത്തിൽ, നടുവിൽ അവസാനം, ഇതൊക്കെ കാണിച്ചത് ഈ രൂപങ്ങളും എഴുത്തുകളൊക്കെ മനസ്സിലാക്കാൻ കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലുള്ള വർക്കുകളും വായിക്കേണ്ടവയും പലതവണ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് എഴുതേണ്ടത് സ്ക്രീനിൽ നോക്കുക, നോക്കി ഈ എഴുതുക, ഉസ്താദിന് കാണിച്ചു കൊടുത്ത് ശരി വാങ്ങുക. അള്ളാഹു ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.